എങ്കിൽ പിന്നെ അടുത്ത മാസം നല്ലൊരു ദിവസം ജോത്സ്യരെ കൊണ്ട് കുറിപ്പിച്ച് ഇവിടെ സിദ്ധുവിനെ ഏൽപ്പിക്കാം. ശ്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തച്ഛൻ പറഞ്ഞതും നാണം കൊണ്ട് അവളുടെ മുഖം താണുപോയി. ഇപ്പോൾ തന്നെ നാണായോ എൻ്റെ കുട്ടിക്ക്? കൊഞ്ചാതെ പോയി കിടക്കാൻ നോക്കടി പെണ്ണെ. അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് മുത്തച്ഛൻ പറഞ്ഞതും പുച്ഛിച്ചുകൊണ്ടവൾ പടികൾ കയറി. പിന്നെ നാളെ അവനോട് അവൻ്റെ അമ്മയും കൂട്ടി ഇത്രയും വരെ ഒന്ന് വരാൻ പറ. താഴെ നിന്ന് മുത്തച്ഛൻ വിളിച്ചു പറഞ്ഞതും ചിരിച്ചുകൊണ്ടവൾ തലയാട്ടി സമ്മതിച്ച് റൂമിലേക്ക് കയറി. അങ്ങനെ സഭ പിരിഞ്ഞതും വൈശുവും റൂമിലേക്ക് ചെന്നു. മുറിയിലാകെ നോക്കിയിട്ടും ഹരിയെ കാണാഞ്ഞപ്പോൾ ബാൽക്കണി വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അവൾ അങ്ങോട്ട് ചെന്നു. കൈവരിൽ ചാരി മാനത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഹരിയെ കണ്ടതും പിറകിലൂടെ ചെന്നവൾ അവനെ കെട്ടിപ്പിടിച്ചു. പാനത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അടുത്ത മാസം നല്ലൊരു ദിവസം കുറിച്ച് കല്യാണം നടത്താമെന്നാ അവരൊക്കെ പറഞ്ഞേ. അവൻ്റെ പുറത്ത് തലവെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവനൊന്ന് മൂളിയതേ ഉള്ളൂ. എന്തേ കിടക്കണില്ലേ? മുഖമുയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചതും അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഹരി അവളെ മുന്നിലേക്ക് തിരിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ തോളിൽ തലവെച്ച് കിടന്നു. വെട്ടിയൊതുക്കിയ കുഞ്ഞു താടികൾ അവളുടെ കഴുത്തിൽ കുത്തിയതും ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖമാകെ അവളുടെ കണ്ണുകൾ ഓടി നടന്ന് അവസാനം പിരിച്ചു വെച്ച മീശയിൽ ചെന്നെത്തി. താടിയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന നുണക്കുഴി കവിൾ കണ്ടതും അവിടെ ചുണ്ടു ചേർത്തു അവൾ. ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിച്ചതായിരുന്നു ഇങ്ങനെയൊരു നിമിഷം. നിന്റെ കൈക്കുള്ളിൽ ഞാൻ ഒതുങ്ങി നിൽക്കുന്ന സുരഭില നിമിഷം. പ്രണയം ഒളിപ്പിച്ചു വെച്ച എൻ്റെ കണ്ണുകളും മധുകൂറുന്ന എൻ്റെ ചൊടികളുമെല്ലാം നിനക്ക് സ്വന്തമാകുന്ന നിമിഷം. ഏതോ ലോകത്തെന്നപ്പോൾ വൈശു പറഞ്ഞതും നെറ്റി ഒഴിച്ചുകൊണ്ട് അവൻ അവളിലേക്ക് നോക്കി. പ്രണയം തുളുമ്പുന്ന ആ മിഴികൾ കണ്ടതും അവനും ഒരു വേള അതിൽ ലയിച്ചുപോയി. പെരുവിരലിൽ ഊന്നി വൈശു അവൻ്റെ അധരങ്ങളെ തൻ്റെ അധരത്തോട് ചേർത്തത് പെട്ടെന്നായിരുന്നു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ വിടർന്നു നിന്നു. ശേഷം കള്ളച്ചിരിയോടെ അവളുടെ കഴുത്തിൽ പിടിച്ച് തന്നോട് അടുപ്പിച്ചുകൊണ്ട് ആഴത്തിൽ അവയുടെ മധുരം നുണഞ്ഞു. ഒരിക്കൽ കൂടി നീലനിലാവിൻ്റെ വെള്ളി വെളിച്ചത്തെ സാക്ഷിയാക്കി അവൻ അവളിലേക്ക് പടർന്നു കയറിയതും വെണ്ണിലാക്കിയ മുകിലിൻ്റെ മറവിൽ നാണത്താൽ ഒളിച്ചു നിന്നു. ഹരിയേട്ടാ, ഹരിയേട്ടാ, എന്തിനാ ഈ സ്നേഹം മൂടി വയ്ക്കുന്നേ? അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടക്കുന്ന ഹരിയുടെ മുടികൾ കോർത്തു വലിച്ചുകൊണ്ട് അവൾ ചോദിച്ചതും സംശയത്തോടെ അവൻ അവളെ നോക്കി. എന്ത്? അല്ല, ഈ മനസ്സ് നിറയെ ഒരമ്മയോടുള്ള സ്നേഹമാണെന്ന് എനിക്കറിയാം. അതെന്താ ഇങ്ങനെ മറച്ചു വയ്ക്കുന്നേ? എന്നാ ചോദിച്ചേ? നീ ഉറങ്ങിക്കേ വൈശു, നിനക്ക് നാളെ നേരത്തെ എണീക്കണം. അവളെ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ആരും ഉറങ്ങുന്നില്ല, നിനക്ക് ഇന്ന് അറിയണമെല്ലാം. അവൻ്റെ മുഖം കയ്യിലെടുത്ത് ഉയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചതും ആ കണ്ണുകൾ സജലമായി തീർന്നിരുന്നു. അയ്യോ, ഞാൻ ചുമ്മാ ചോദിച്ചതാ ഹരിയേട്ടാ, നിങ്ങൾ ഉറങ്ങിക്കോ, കരയില്ലേ? അവൻ്റെ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് അവൾ ഹരിയെ തൻ്റെ മാറോടടക്കി പിടിച്ചു. അവളോട് കൂടുതൽ പറ്റിച്ചേർന്നുകൊണ്ട് ഹരി തേങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ പാപിയ വൈശു, പൊറുക്കാൻ കഴിയാത്ത തെറ്റാ ഞാൻ അമ്മയോട് ചെയ്തേ. കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞതും സംശയത്താൽ അവളുടെ കണ്ണുകൾ ഇടുങ്ങി. പിന്നീട് അവൻ പറയുന്നത് കേട്ട് ഞെട്ടിക്കൊണ്ടവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. ശേഷം മറുപുറം തിരിഞ്ഞു കിടന്നു. അവളെ ദയനീയമായി നോക്കിക്കൊണ്ട് ഹരി. വൈശു, നിക്കന്ന് 7 വയസ്സുണ്ടാവും. അമ്മ മരിച്ച് ആണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ കൗസല്യമയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു. നിക്ക് പേടിയായിരുന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അവർ നിന്നെ ഉപദ്രവിക്കും, ഭക്ഷണം തരില്ല എന്നൊക്കെ. കുഞ്ഞു ഹൃദയമല്ലേ, ഞാനും വല്ലാതെ പേടിച്ചു പോയിരുന്നു. കുറേ കഴിഞ്ഞ് അച്ഛനോടും വീട്ടുകാരോടും വേറെ അമ്മയെ വേണ്ട എന്ന് പറഞ്ഞു. എല്ലാവരും അത് ചിരിച്ചു തള്ളിയതേ ഉള്ളൂ. ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ വൈശുവിനെ നോക്കിയതും ആകാംക്ഷയോടെ അവനെ തന്നെ നോക്കി കിടക്കുകയാണവൾ. കൂടുതൽ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു കൊണ്ടവൻ അന്നത്തെ ദിവസത്തേക്ക് ഓർമ്മകൾ പായിച്ചു. അച്ഛാ, വേണ്ടച്ഛ, നമുക്ക് പുതിയ അമ്മയെ വേണ്ട. വാശി പിടിച്ച് കരയുന്ന കുഞ്ഞു ഹരിയെ മാറോടടക്കിക്കൊണ്ട് കേശവൻ അവൻ്റെ കണ്ണിൽ നിന്നും പൊടിഞ്ഞ കണ്ണുനീർ തുടച്ചു കൊടുത്തു. എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? പുതിയ അമ്മ വന്നാൽ എൻ്റെ മോനൂസിന് കഥകൾ പറഞ്ഞു തരും, അമ്പിളിമാമനെ കാട്ടി ചോറ് തരും, പുത്തൻ ഡ്രസ്സിട്ട് സുന്ദര കുട്ടപ്പനാക്കി സ്കൂളിലേക്ക് കൊണ്ടുവിടും. അപ്പോൾ നമുക്ക് പുതിയ അമ്മയെ വേണ്ടേ? അവൻ കൊഞ്ചിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും കുഞ്ഞു ഹരിയുടെ ചുണ്ടുകൾ പുറത്തേക്ക് ഉന്തി വന്നു. വേണ്ട. അപ്പോഴേക്കും അവൻ തേങ്ങി കരയാൻ തുടങ്ങിയിരുന്നു. നീ ഇങ്ങ് വന്നേ കേശവ, മുഹൂർത്തമാവാറായി. ദേപ്പെണ്ണും കൂട്ടരും വന്നിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വന്ന പാർവതി പറഞ്ഞതും കേശവൻ ദയനീയമായി ഹരിയെ നോക്കിക്കൊണ്ട് അവരെ നോക്കി. എന്താ ഹരികുട്ട, മുത്തശ്ശിയുടെ കുട്ടിക്ക് പുതിയ അമ്മ വരുമല്ലേ? അയാളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ മുത്തശ്ശി അവനെ കോരിയെടുത്ത് ചോദിച്ചതും ദേഷ്യം കൊണ്ട് ആ കുഞ്ഞു മൂക്ക് ചുവന്നു തൊടുത്തു. വേണ്ട, നിക്ക് അമ്മയെ വേണ്ട. അവരെ തുരുതുരു അടിച്ചുകൊണ്ട് ഹരി പറഞ്ഞതും മുത്തശ്ശി അവരെ നിലത്തിറക്കി. ഇവന് കുറുമ്പ. മോനെ, നീ ഇങ്ങ് വാ. കൗസല്യമോള് വന്നാൽ അവന് താനെ മാറിക്കോളും. ഒട്ടും താല്പര്യമില്ലാതെ ഹരിയെയും എടുത്ത് കേശവൻ കതിർ മണ്ഡപത്തിലേക്ക് കയറി. ഹരിയെ കണ്ടതും വാത്സല്യത്തോടെ അവരെ നേരെ കൗസല്യ കൈ നീട്ടിയതും മുഖം വീർപ്പിച്ചു കൊണ്ടവൻ പാർവതിക്ക് അരികിലേക്ക് ചെന്നു. കൗസല്യ കേശവനെ നോക്കിയും കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അയാൾ അവർക്കരികിൽ ചെന്നിരുന്നു.
അച്ഛൻ്റെ താലികെട്ട് കാണുമ്പോഴും പരിഭവം കൊണ്ട് ആ കുഞ്ഞു ചുണ്ടുകൾ പുറത്തേക്ക് ഉന്തിയിരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മുത്തശ്ശി അവനെ വാരിയെടുത്തുകൊണ്ട് അവരുടെ അടുത്ത് കിടത്തി. നിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് കിടക്കണം. അയ്യോ, നാളെ തൊട്ട് കിടക്കാലോ, എൻ്റെ കുട്ടിക്കിന്ന് അച്ഛൻ ഒറ്റയ്ക്ക് കിടന്നോട്ടെ. മറുത്തൊന്നും അവനെക്കൊണ്ട് പറയാൻ അനുവദിക്കാതെ നെഞ്ചിലേക്ക് ചേർത്ത് പുറത്ത് തട്ടി ഉറക്കി അവർ. രാവിലെ എണീറ്റപ്പോൾ അച്ഛൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന കൗസല്യയെ കണ്ടതും ദേഷ്യം കൊണ്ടവൻ ചവിട്ടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് അങ്ങോട്ട് കൗസല്യെ അറിയാതെ പോലും അവനൊന്ന് നോക്കിയിരുന്നില്ല. കാണുമ്പോഴെല്ലാം മുഖം തിരിച്ച് നടക്കും അവൻ. അങ്ങനെ ഇരിക്കെ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പാർവതി അവന് പലഹാരം കൊടുത്തു. മധുരം നുണഞ്ഞുകൊണ്ട് അവൻ ഇരിക്കുമ്പോഴാണ് കേശവൻ അടുത്തേക്ക് ചെന്ന് വയറിൽ ഇക്കിളിയിട്ടുകൊണ്ട് അക്കാര്യം പറഞ്ഞത്. എൻ്റെ ഹരിമോൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി ഒരു കുഞ്ഞാവ വരുവാ. ഒന്നും മനസ്സിലാവാതെ അവൻ നെറ്റി ചൊളിച്ചതും കൗസല്യയെ ചേർത്തി പിടിച്ചുകൊണ്ട് അയാൾ അവരുടെ വയറിലേക്ക് തൊട്ട് കാണിച്ചു. ദേ ഇവിടുന്ന്. കണ്ണ് ചിമ്മി ചിമ്മി അയാൾ പറഞ്ഞതും ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല ആ മുഖത്ത്. കൗസല്യക്ക് മാസം 5 മുകളിലെ മുറിയിൽ നിന്നും താഴേക്ക് പോവാൻ ഗോവണിപ്പടികൾ ശ്രദ്ധിച്ചിറങ്ങുകയായിരുന്നു അവർ. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇത്രയും ദിവസത്തെ അവരോടുള്ള വിദ്വേഷം മുകളിൽ നിന്നും തള്ളിക്കൊണ്ട് അവൻ തീർത്തു. ഉരുണ്ടുരുണ്ട് താഴെ എത്തിയ കൗസല്യയുടെ ബോധം മറയും മുമ്പ് അവർ മുകളിൽ നിൽക്കുന്ന ഹരിയെ കണ്ടിരുന്നു. രക്തം കണ്ട് പേടിച്ച് വിറച്ചു നിൽക്കുന്ന ഹരിയുടെ ശബ്ദം കേട്ടാണ് എല്ലാവരും ഹാളിലേക്ക് വന്നത്. അവിടെ രക്തത്തിൽ കുളിച്ച് ബോധം മറിഞ്ഞു കിടക്കുന്ന കൗസല്യയെ കണ്ടതും വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. വൈകിപ്പോയിരുന്നു. കുഞ്ഞു പോയി. നിൽക്കാതെയുള്ള ബ്ലീഡിംഗ് മൂലം ഗർഭപാത്രം വരെ എടുത്തു കളഞ്ഞു. ഇനി ഒരിക്കലും അമ്മ ആവില്ലെന്ന് ഡോക്ടർ വിധി എഴുതി. അന്ന് ഏറെ ഉറക്കെ കൗസല്യ കരഞ്ഞപ്പോൾ ഹരിയുടെ കണ്ണു നിറഞ്ഞു തൂവി. കുഞ്ഞ് ഹരിയുടെ ഉള്ളിൽ കുറ്റബോധം അലയടിച്ചു. എന്നിട്ടും ആ അമ്മ ഹരിയെ വെറുത്തിരുന്നില്ല. കാൽ തെറ്റി വീണതാണെന്നും പറഞ്ഞ് ഹരിയെ ഒറ്റി കൊടുത്തില്ല. അന്നു മുതൽ കുറ്റബോധമായിരുന്നു ഹരിക്ക്. താൻ ചെയ്ത ഏറ്റവും വലിയ പാപഭാരം കൊണ്ട് നീറിയാണ് ഓരോ നിമിഷവും അവന് കടന്നുപോയത്. എനിക്ക് പേടിയാടി ആ അമ്മയുടെ മുഖത്ത് നോക്കാം. ഇത്രയും വലിയ ദ്രോഹം ചെയ്തിട്ടും അവർക്ക് എന്നോട് ഒരു തരി ഇഷ്ടക്കുറവ് പോലില്ല. എന്നാലും എന്തോ. കരഞ്ഞുകൊണ്ടവൻ പറഞ്ഞു നിർത്തിയതും നിർവികാരമായിരുന്നു വൈശുവിൻ്റെ അവസ്ഥ. ഒന്നും മിണ്ടാതെ അവൾ തിരിഞ്ഞു കിടന്നതും ദയനീയമായി ഹരിയും അവളെ നോക്കി. വൈശു, വൈശു. അവളുടെ മൗനം വല്ലാത്തൊരു അസ്വസ്ഥത അവനിൽ പടർത്തിയതും ബലമായി അവളെ തിരിച്ചു കിടത്തി നെഞ്ചിൽ മുഖമമർത്തിക്കൊണ്ട് ചുറ്റി വരിഞ്ഞു അവൻ. ഏറെ നേരത്തെ നിശബ്ദയെ ഭേദിച്ചുകൊണ്ട് വൈശാലു തന്നെയാണ് സംസാരത്തിന് തുടക്കമിട്ടത്. എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായാലും എന്നെ ഇങ്ങനെ തള്ളിയിടുമോ? അവൾ ചോദിക്കുന്നത് കേട്ടതും ഞെട്ടലോടെ അവൻ അവളെ നോക്കി. എന്താ മോളെ നീ പറയുന്നത്? എനിക്കന്ന് അറിവില്ലായിരുന്നു. അതുകൊണ്ടാ ഇന്ന് മുരുകുവാ ഞാൻ. ആ മുഖത്ത് എങ്ങനെയാ ഞാൻ നോക്കുക? ഒരു പക്ഷേ കൊച്ചു കുഞ്ഞിനെപ്പോലെ പൊട്ടിക്കരയും ഞാൻ. ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ മതി. പെയ്യുന്ന കണ്ണുകൾ വീറോടെ തുടിച്ചുകൊണ്ടവൻ തിരിഞ്ഞു കിടന്നു. എങ്ങനെയാ ഹരിയേട്ടാ നിങ്ങൾ ഇത്രയ്ക്കും ദുഷ്ടനായത്? പാവമല്ലേ അമ്മ. ഒരു പെണ്ണ് അവളുടെ പൂർണ്ണത കൈവരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഒരമ്മ ആവുമ്പോഴാ. ആ കുഞ്ഞു ജീവനാ നിങ്ങൾ ഇല്ലാതാക്കിയത്. എന്നിട്ടും ആ സ്ത്രീക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ഈ ഭൂമിയിൽ തന്നെ ഇത്രയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ടാവില്ല. ഇനിയും കാണാതെ പോകരുത് ആ സ്നേഹം. ഒന്ന് അടുത്തു പോയി 2 വാക്ക് സംസാരിച്ചു നോക്ക്. ഈ ജന്മം തന്നെ അത് മതിയായും അവർക്ക് ജീവിച്ചു തീർക്കാൻ. അച്ഛൻ മരിച്ചിട്ട് ആർക്ക് വേണ്ടിയാ അവർ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയാ. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലും, ആ മടിയിലൊന്ന് കിടക്കുമെന്നൊക്കെയാ ആ അമ്മ എന്നോട് പറഞ്ഞേ. കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണീരിനൊപ്പം മനോഹരമായ ഒരു ചിരിയുണ്ടായിരുന്നു ആ ചുണ്ടിൽ. ഇനിയും ആ പാവത്തിനെ വേദനിപ്പിക്കല്ലേ ഏട്ടാ. പറഞ്ഞു നിർത്തിയതും അവളും കരഞ്ഞു പോയിരുന്നു. എന്തൊക്കെയോ തീരുമാനിച്ചുകൊണ്ട് ഹരി പതിയെ കണ്ണുകൾ അടച്ചു. രാവിലെ എഴുന്നേറ്റ് പണികളെല്ലാം കഴിഞ്ഞ് തുണികളെല്ലാം ഒതുക്കി വയ്ക്കുകയായിരുന്നു കൗസല്യ. അമ്മ. പിറകിൽ നിന്നും ഹരിയുടെ ശബ്ദം കേട്ടതും ഞെട്ടിക്കൊണ്ടവർ തിരിഞ്ഞു നോക്കി. സോറി അമ്മ, ഞാൻ പാപിയാ. അന്നറിയാതെ ഞാൻ. എന്നോട് പുറത്തു തരുമോ? പ്രതീക്ഷയോടെ അവൻ ആ കൈകൾ കവർന്ന് ചോദിച്ചതും അഴുതെന്ന് തലയാട്ടിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ മാറോട് അണച്ചു പിടിച്ചു. പിന്നെ തുരുതുരാ മുത്തങ്ങൾ കൊണ്ട് മൂടി. ഹരിയും കരയുകയായിരുന്നു. എല്ലാം കണ്ട് പുഞ്ചിരിയോടെ വൈശാലിയും തറവാട്ടുകാരും വാതിലിന് പിറകിൽ കണ്ണീരോടെ ആ കാഴ്ച കണ്ടു നിന്നു. എല്ലാവരുടെയും കണ്ണുകൾ സജലമായിരുന്നു.